നമ്മളെ ജീവിതത്തിൽ മുഴുവനും നമുക്ക് രണ്ട് കാര്യങ്ങൾ മുത്ത് നബിയെ കൊണ്ട് കിട്ടണം. മുത്ത് നബിയെ കൊണ്ട് രണ്ട് കാര്യം നേടണം. ഒന്നേതാണ്? ഒന്ന് പരമപ്രധാനമായ മരണാനന്തര ജീവിതത്തിലുള്ള വിജയം. അത് മുത്ത് നബിയെ കൊണ്ടല്ലാതെ വേറെ ഭൗതിക നേതാക്കളെ കൊണ്ട് കിട്ടുകയില്ല. ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പല നേതാക്കളും ഉണ്ട്, രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അതുപോലെ സ്പോർട്സ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്പോർട്സ് താരങ്ങളോട് വലിയ സ്നേഹമാണ്. ചെറുകഥ എഴുതുന്ന കുട്ടികൾക്ക് സാഹിത്യകാരന്മാരോട് വലിയ ഇഷ്ടമാണ്. അതുപോലെ പിക്നിക്കിന്റെ ആളുകൾക്ക് ആ രംഗത്തുള്ളവരോട് വലിയ സ്നേഹമാണ്. അവരോടൊന്നും സ്നേഹം വേണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് പരലോകത്ത് വിജയം ലഭിക്കാൻ ഈ ഭൗതിക മേഖലകളിലുള്ള ലീഡർമാരെ കൊണ്ടൊന്നും കഴിയുകയില്ല. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ എന്ന ആയത്തിന്റെ തഫ്സീർ എടുത്തു നോക്കിയാൽ കാണാം, ലോകം മുഴുവനും ബേജാറിലായി. ഏത് കയ്യിലാണ് കിതാബ് കിട്ടുക? ഒന്ന് ഈ മഹ്ശറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. കാത്തു 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 നിന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നാഗ്രഹിച്ചു നിൽക്കുന്ന സമയത്ത് ആ മഹ്ശറിലുള്ള മുഴുവൻ ആളുകളും ചേർന്ന് സയ്യിദുനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ പോകുന്നു. വേറെത്രയോ നേതാക്കന്മാരുണ്ട്, അങ്ങോട്ടൊന്നുമല്ല, അമ്പിയാക്കന്മാരുടെ അടുത്തേക്ക് പോകുന്നു. വലൈസാ ലനാ ഇല്ലാ ഫിറാറുൻ ഇലർ റുസുലി. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലെത്തുമ്പോൾ ആദം നബി അലൈഹിസ്സലാം പറയുന്നു, നിങ്ങൾ ഇബ്രാഹിം നബിന്റെ അടുത്ത് പോകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് മടക്കുന്നു. അങ്ങനെ അവസാനം ഖാതമുൻ നബിയീൻ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോകുന്നു. ആ നബിയുടെ അടുത്തെത്തിയിട്ട് സങ്കടം പറയുന്ന സമയത്ത് അവിടുത്തെ മറുപടി എന്താണ്? അനലഹ, അതെ, നിങ്ങളെ സഹായിക്കാനുള്ള ആളാണ് ഞാൻ, നിങ്ങളെ സഹായിക്കാനുള്ള ആളാണ് ഞാൻ, നിങ്ങളെ രക്ഷിക്കാനുള്ള ആളാണ് ഞാൻ. സുജൂദിൽ വീഴുന്നു. ആ സുജൂദിൽ നിന്ന് കുറേ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല മുത്തുനബിയോട് പറയുന്നു, ഇർഫ റഅസക്, തല ഉയർത്തുക, ഇശ്ഫഅ തുശഫഅ, തല ഉയർത്തുക, ശഫാഅത്ത് ചെയ്യുക, നിങ്ങൾ ശുപാർശ സ്വീകരിക്കപ്പെടും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത്, ലാ അർളാ വവാഹിദും മിൻ ഉമ്മത്തി മിൻ അഹ്ലിന്നാർ. എൻ്റെ ഉമ്മത്തിൽ നിന്ന് പാപം ചെയ്ത ആളുകൾ, അവര് ആ പാപത്തിന്റെ തോതനുസരിച്ച് നരകത്തിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവർ സ്വർഗത്തിൽ എത്തണം എന്നതാണ് എൻ്റെ ആഗ്രഹം. പാപം ചെയ്തിട്ടില്ലാത്ത ആളുകളോ എത്രയും വേഗം അവർ സ്വർഗത്തിലെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതില്ലാതെ എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാകൂല എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യൻ അല്ല, അവിടുന്ന് പ്രത്യേക മനുഷ്യനാണെന്ന് മാത്രമല്ല, എല്ലാ നിസ്കാരത്തിലും അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് നാം കാണിക്കുന്ന സമർപ്പണം, അത്തഹിയ്യാത്തു, എല്ലാ സമ്മാനങ്ങളും, അൽ മുബാറകാത്തു, അത്വയ്യിബാത്തു, അസ്സലവാത്തു ലില്ലാഹ്, എല്ലാ കാണിക്കകളും, എല്ലാ ബഹുമാനങ്ങളും, എല്ലാ സമർപ്പണങ്ങളും അല്ലാഹു ആകുന്ന സയ്യിദായ ഇലാഹായ റബ്ബിനുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. ഒരു നിസ്കാരത്തിൽ 22 വട്ടം അല്ലാഹു അക്ബർ എന്ന് നാം ഇങ്ങനെ പറയുമ്പോൾ
അതിൻ്റെ ഉള്ളിൽ 2 സിറുകൾ ഉണ്ട്. ഒന്ന് ഖാലിഖായ അള്ളാഹുവിനോടുള്ള ബഹുമാനം, 2 അള്ളാഹു തആല വലിയവനായതുപോലെ നമുക്കും ഇൻഷാ അല്ലാഹ് ഇന്ന് ദുനിയാവിൽ ഉള്ളതിനേക്കാൾ കുറച്ചൊരു വലിപ്പം സ്വർഗത്തിൽ കിട്ടണം, ഉയർച്ച ലഭിക്കണം. ആ തഹിയ്യാത്തുവിൽ അള്ളാഹിനെ ബഹുമാനിച്ചതിന് ശേഷം രണ്ടാമത് പറയുന്നത്, മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ നിസ്കാരത്തിന്റെ ഉള്ളിൽ ആ നബിയുടെ പേര് വരൂല. കാരണം അള്ളാഹിനെ പറയുമ്പോൾ നബിയെയും കൂടി കൂട്ടിയാൽ അതിനാണല്ലോ ശിർക്ക് എന്ന് ചില ആളുകൾ പറയുന്നത്. നിസ്കാരത്തിന്റെ ഉള്ളിൽ അള്ളാഹിനെ ബഹുമാനിക്കുമ്പോ പിന്നെ ആ നബിയെയും നിസ്കാരത്തിൽ തന്നെ ബഹുമാനിച്ചാൽ അത് ശിർക്കാണ് എന്നല്ലേ പറയേണ്ടത്. പക്ഷേ നമുക്ക് പഠിപ്പിച്ചത് അങ്ങനെയല്ല. അള്ളാഹുവിനെ ബഹുമാനിച്ച് പിന്നെ നാം കടക്കുന്നത് 4000 കിലോമീറ്റർ അപ്പുറത്ത് മദീന മുനവ്വറയിൽ വിശ്രമിക്കുന്ന ആ നേതാവിനെ നേരെ വിളിച്ചുകൊണ്ട് നാം പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണ സലാമല്ല. ബാപ്പക്ക് മകൻ പറയുന്ന സലാം ഇങ്ങനെയല്ല, ഭർത്താവ് ഭാര്യയ്ക്ക് പറയുന്ന സലാം ഇങ്ങനെയല്ല, ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള സലാം ഇങ്ങനെയല്ല. ഇതൊരു പ്രത്യേക സലാമാണ്. ആ സലാം അങ്ങ് പറഞ്ഞാൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഉലൂമുദ്ദീനിൽ പറഞ്ഞ്, ആ സലാം പറയുന്ന സമയത്ത് നീ മനസ്സിൽ ആ മുത്ത് നബിയെ ഹാജരാക്കിക്കോ. എന്നിട്ട് ആ നബിയോട് നീ അങ്ങ് പറഞ്ഞോ, സ്വഹാബത്ത് ആ നബിന്റെ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ടാണ് നന്നായതെങ്കിൽ ആ നബിയുടെ മജ്‌ലിസിൽ ഇരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല, മദീനത്ത് പോകണം, അതിന് പണത്തിന്റെ ചെലവുണ്ട്. ഉംറക്ക് പോയാൽ അവിടെ എത്താൻ കഴിയും. അള്ളാഹു നമുക്ക് പലതവണ ഉംറയും സിയാറത്തും തൗഫീഖ് ചെയ്യട്ടെ. സാധാരണക്കാരായ ആളുകൾക്ക് നിസ്കാരത്തിൽ ഒരു സിയാറത്തിന്റെ സൗകര്യം ചെയ്തിരിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഉള്ളിലൊരു സിയാറത്ത്. ആ സിയാറത്തിൽ മുത്തുനബിക്ക് സലാം പറയുമ്പോൾ നബിയെ മനസ്സിൽ ഹാദറാക്കിയിട്ട് സലാം പറയുമ്പോൾ ആ നബിയതാ സലാം മടക്കുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വയറുദ്ദുല്ലാഹു അലയ്യ റൂഹി ഫഅറുദ്ദു അലൈഹിസ്സലാം. ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ എനിക്ക് സലാം പറഞ്ഞാൽ ഞാൻ ആ സലാം മടക്കാതിരിക്കുകയില്ല. എൻ്റെ റൂഹ് എനിക്ക് അല്ലാഹു തന്നുകൊണ്ടിരിക്കും. ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റൂഹ് സലാം മടക്കുകയും ചെയ്യും. അതും കഴിഞ്ഞ് മൂന്നാമത് മഹാന്മാരായ മുഴുവൻ ആളുകളെയും നിസ്കാരത്തിൽ ഓർക്കുകയാണ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അള്ളാഹുവിനെ ഓർക്കും പോലെ അസ്മാഉൽ ബദ്ർ ചൊല്ലിയിട്ട് ആ ബദരീങ്ങളെ ഓർത്താൽ ഇസ്ലാമെന്ന് പുറത്തായി പോകുമെന്ന് പറയുന്ന ആളുകളുണ്ടോ ദുനിയാവിൽ? എങ്കിൽ അവരൊന്ന് ആലോചിക്കണം. നിസ്കാരത്തിന്റെ ഉള്ളിൽ സ്വാലിഹീങ്ങളെ മുഴുവനും അതാ ഓർക്കുന്നു, അവർക്ക് മുഴുവനും അഭിവാദ്യങ്ങൾ പറയുന്നു. അതും കഴിഞ്ഞ് സയ്യിദുമാരെ ബഹുമാനിക്കുന്ന ഒരു ഭാഗവും നിസ്കാരത്തിൽ ഉൾപ്പെടുത്തി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. മുത്തുനബിയുടെ കുടുംബം, ആ കുടുംബത്തെയും പരിഗണിച്ചു കൊള്ളണം. അവരുടെ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ട് അവരെ തരംതിരിക്കരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിലുള്ളവരാണോ അവരെ ബഹുമാനിച്ചു കൊള്ളണം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വഇത്റതി. ഞാനങ്ങ് മരിച്ചു പോയാൽ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചു കൊള്ളണം. ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് ആ ഖുർആൻ എൻ്റെ നിർദ്ദേശങ്ങളും പാലിക്കുന്ന നല്ല സയ്യിദുമാർ  അവരെ നിങ്ങൾ ആദരിച്ചു കൊള്ളണം. ആ ആദരവും ബഹുമാനവും
നബിയോട് മാത്രം പോരാ, പേരക്കുട്ടികളോടും വേണം. തീർന്നില്ല, മറ്റൊന്നുകൂടി ഹദീസുകളിൽ വന്നു. അതേതാണ്? സുബ്ഹാനല്ലാഹ്, ഫസ്അലു അഹ്ലദ്ദിക്ർ ഇൻ കുന്തും ലാ തഅലമൂൻ. 100 കൊല്ലം മുൻപ് ഈ കേരളത്തിൽ കോളേജുകൾ ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട മർഹൂം ഉസ്താദുൽ അസാത്തീദ് ശൈഖുന ഓക്കെ ഉസ്താദ് കിതാബ് ഓതി പഠിക്കാൻ വേണ്ടി ഈ ഒതുക്കങ്ങൾ പ്രദേശത്തു നിന്ന് ദർസ് ഉപരിപഠനത്തിന് വേണ്ടി പോയത് വെല്ലൂർ ബാക്കിയാത്തിലേക്ക്. ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് ഇൽമു പഠിക്കാൻ വേണ്ടി പോയത് തമിഴ്നാട്ടിലെ വെല്ലൂരിലേക്ക്. അവിടെ പോയിട്ട് ഇൽമു പഠിച്ചതാണ്. ആ കാലത്ത് അവരവിടുന്ന് സനദ് വാങ്ങി ഇവിടെ വന്നപ്പോൾ ഈ നാട്ടുകാർ അവർക്ക് നൽകിയ സ്വീകരണം, അവർക്ക് നൽകിയ ബഹുമാനം, അവരെ വായിന്നൊരു ഉപദേശം വന്നാൽ അത് പൂർണ്ണമായി അനുസരിക്കുന്ന നല്ലൊരു കാലം. അന്നൊരു ബിദ്അത്തുകാരനുമില്ല, മഹാന്മാരെ കുറ്റം പറയുന്ന ഒരാളും ഇല്ല. ഒക്കെ ആലിമീങ്ങളെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഒരു പള്ളി മാത്രം ഒരു മഹല്ലിൽ, ആ പള്ളിയിലൊരു ഖതീബ്, ഒരു ഖാദി, നല്ല റാഹത്ത്, ഐക്യമുള്ള കാലം. പിന്നെ കാലം അങ്ങനെ കഴിഞ്ഞു. ഭിന്നിപ്പുണ്ടാക്കുന്നവരുടെ അവരുടെ തെറ്റിദ്ധരിപ്പിക്കലുകൾ വ്യാപകമായി. ആലിമീങ്ങളെ പറ്റി മോശമായ പലതും പ്രചരിപ്പിക്കാൻ തുടങ്ങി. കള്ളനാണയങ്ങൾ എല്ലാറ്റിലും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും മോശക്കാരാണെന്ന് പറയാൻ പാടുണ്ടോ? ലഅനത്തുല്ലാഹി അലൽ ഉലമാ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന മനുഷ്യൻ ഇസ്ലാമിന് പുറത്താണ്. 1 or 2 ആലിമിൽ നിന്ന് എന്തെങ്കിലും മോശമായത് വന്നാലും മുഴുവൻ ആലിമിങ്ങളെ ചേർത്തി പറയാൻ പാടില്ല. ഒരു മുഅല്ലിമിൽ ഒരു ന്യൂനത ഉണ്ടായാൽ മദ്രസ ആലിമീങ്ങളൊക്കെ മോശമാണ് എന്ന് പറയാൻ പാടില്ല. ആ ആലിമീങ്ങളെ ഏതെങ്കിലും ഗ്യാപ്പ് കിട്ടിയാൽ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു കാലം വന്നപ്പോൾ നമ്മളെ ആലിമീങ്ങൾ അവർ ഈ സമൂഹത്തോട് ഉറക്കെ പറഞ്ഞു, സമൂഹമേ കരുതണം. ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു, ആലിമീങ്ങളെ പറ്റി നിങ്ങൾ ഗീബത്ത് പറയരുത്, അവരുടെ മാംസം നഞ്ഞാണ്, നിങ്ങളത് കഴിച്ചാൽ നിങ്ങൾ ഈമാനില്ലാതെയായി പോകും. ആ ആലിമീങ്ങളെ ബഹുമാനിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അക്രിമൂ അൽ ഉലമാ ഫഇന്നഹും വറസത്തുൽ അംബിയാ. ആലിമീങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം, അവർക്ക് നിങ്ങൾ ആദരവ് നൽകണം. ഇൽമിന്റെ ആളുകൾ ആ ബിസിനസ് തന്നെ, ആ ഇൽമിൽ തന്നെ നിലനിൽക്കണം. ഇന്ന് ആലിമീങ്ങളൊക്കെ ഓരോ ബിസിനസ് തുടങ്ങാൻ പോയി. അപ്പൊ പിന്നെ അവരോട് ബഹുമാനം പോയി. ഈ സൂപ്പർ മാർക്കറ്റ് ആയിരുന്ന ഇതാ ജിയാരത, അതിന്റെ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ്, അതാ സക്കാഫിൻ്റെതാണ്, അല്ലെ അഹ്സനിൻ്റെതാണ്, അല്ലെ ബാഖവിൻ്റെതാണ്, അതായിരുന്നാണ്. അത് മറ്റേ ഇപ്പൊ സനത് വാങ്ങി വന്ന ആ ഉസ്താദിൻ്റെതാണ്. അപ്പൊ എന്തായി? നേരത്തെ ആലിമീങ്ങൾക്കുണ്ടായിരുന്ന ബഹുമാനം മെല്ലെ മെല്ലെ കുറഞ്ഞു പോയി. അവരങ്ങനെ പോകാനുള്ള കാരണം അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കിട്ടുന്നതൊന്നും മതിയാകുന്നില്ല. പിന്നെ ലേശൊരു കുവ്വത്ത് കുറവും, ഈമാന്റെ കുവ്വത്ത് ലേശം കുറയുകയും ചെയ്തു. അങ്ങനെ കച്ചവട രംഗത്തും ബിസിനസ് മേഖലയിലും ഗൾഫിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലൊക്കെ ഉസ്താദുമാര് കടന്നു വന്നപ്പോൾ സാധാരണക്കാരെ മനസ്സിൽ തോന്നി എല്ലാം കണക്കന്നെ. പക്ഷേ ആ കൂട്ടത്തിലും ഇഖ്ലാസോടുകൂടി ദുനിയാവിന് വഴിപ്പെടാതെ ആഖിറത്തിന്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വളരെ നല്ല നിലയിൽ കാര്യങ്ങൾ പരിഗണിച്ചു പോകുന്ന തങ്ങന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്. അവരെ കണ്ടില്ലെന്നു നടിക്കരുത്. അവര് മുമ്പത്തെ അതേ റൂട്ടിൽ തന്നെ നിൽക്കുന്നവരാണ്. കിട്ടുന്നതൊക്കെ വാങ്ങുന്നവരല്ല. ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പായിട്ട് മാത്രം വാങ്ങുന്നവരാണ്. കണ്ണിയത്ത് ഉസ്താദിനെ പോലെ, താജുൽ ഉലമ ഉള്ള ആൾ തങ്ങളെ പോലെ, ഒക്കെ ഉസ്താദിനെ പോലെ എല്ലാ റമദാനിലും മുദരിസുമാര് അവര് ദർസ് നാട്ടിലേക്ക്, ദർസ് നടത്തിയ നാട്ടിലേക്ക് പോകുന്ന ഒരു പതിവുണ്ട്.
ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് ചാലിയത്ത് മുദരിസായിരുന്നു, കുറേ കാലം അറിയാമല്ലോ. പക്ഷേ റമദാൻ്റെ അവധി സമയത്ത് ഉസ്താദ് നാട്ടിൽ അവിടെ പോവില്ല. ചാലിയത്ത് ഉസ്താദെ പോകുന്നില്ലേ? ഉസ്താദ് അവറുകൾ മറുപടി പറഞ്ഞത്, പോയാൽ അവിടെയുള്ള ആളുകളൊക്കെ എനിക്ക് പൈസ തരും, അതിൽ സക്കാത്തിൻ്റെ പൈസ ഉണ്ടാകും, അല്ലാത്തതുണ്ടാകും. സക്കാത്തിൻ്റെ പൈസ എനിക്ക് വാങ്ങാൻ പറ്റൂല. എനിക്ക് എൻ്റെ മൈശത്തിന് മാത്രം എൻ്റെ കയ്യിൽ എൻ്റെ പണമുണ്ട്. ഞാനത് വാങ്ങാതിരുന്നാൽ ചില മുതലാളിമാർക്ക് വെറുപ്പാകും. വെറുതെന്തിന് വെറുപ്പിക്കണം? അത് കരുതിയാണ് പോകാത്തത്. അതേ വഴിയിൽ തന്നെ നിന്നു. സുൽത്താൻ ഉലമ ഉസ്താദ് ഒക്കെ ഉസ്താദിൻ്റെ ശിഷ്യൻ ദുനിയാവിന് വേണ്ടി തലകുനിച്ചു കൊടുത്തില്ല. ഒരു മുതലാളിയുടെ മുമ്പിലും ഇതുവരെ കുനിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടതൊക്കെ അവരുടെ അടുത്ത് അങ്ങോട്ട് വരും. കാരണം അള്ളാഹുവിനോടുള്ള ബഹുമാനം, അവൻ്റെ ശരീഅത്തിനോടുള്ള ബഹുമാനം, മുത്തുനബിയോടുള്ള ബഹുമാനം, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന സ്വഭാവം, ദിക്റുകൾ ചൊല്ലുന്ന സ്വഭാവം, അതിവിടെ നിലനിർത്തിക്കൊണ്ട് നല്ല ഒരു ടീം ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ഇഹ്യാ സുന്ന വളരണം, മർകസ് സഖാഫത്ത് സുന്നിയ വളരണം, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളൊക്കെ വളരണം. അത് വളരാനുള്ള ഒരു നല്ല വേദിയാണ് ഹുബ്ബുർ റസൂലിൻ്റെ ഈ വേദി. ഈ സദസ്സിൽ പങ്കെടുത്ത് ഓരോ മുഅ്മിനും ആലോചിക്കണം, ഞാൻ ഇന്നലെ വരെ ഉള്ളതിനേക്കാൾ ഒരല്പം കൂടി നന്നാവണമെന്ന വിചാരം കൽബിൽ വേണം.